ആശാസമരം 100-ാം ദിവസം പിന്നിടുമ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമരജ്വാലയുമായി ആശമാർ. സമരയാത്രയിലെ ആശമാർ ചേർന്ന് സമരജ്വാല തെളിയിച്ചു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആശാവർക്കർമാരുടെ സമരം 100-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന്, ഒപ്പം തന്നെ ഇവരുടെ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച സമര യാത്രയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പാലക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഒരു സമര ജ്വാലയും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധവും സംഘടിപ്പിക്കുകയുണ്ടായി. 100-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് കാണുന്നത്? 100 ദിവസം സ്ത്രീ തൊഴിലാളികൾക്ക് ഈ കേരളത്തിലൊരു സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് കേരളത്തിൻ്റെ തൊഴിലാളി സമര ചരിത്രത്തിൽ വളരെ പ്രത്യേകമായ ഒരു സ്ഥാനം ഞങ്ങളുടെ സമരത്തിനുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, കേരള സമൂഹം വളരെ കുറച്ച് കാലമായി ഇച്ഛാഭംഗത്തിലും നിരാശയിലും ഒക്കെ പെട്ടിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു. കാരണം കേരളത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് സമരങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട നാടാണ് നമ്മുടേത്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങളാണേലും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണേലും പിന്നീട് വന്ന തൊഴിലാളി സമരങ്ങളാണേലും അതെല്ലാം കൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു നാടാണ്. അവിടെ സമരങ്ങളൊന്നുമില്ലാതെ സമരരഹിതമായിരുന്ന ഒരു സമൂഹത്തിൽ മനുഷ്യൻ നിരാശയിലാണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സമരം ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ സമരത്തിൻ്റെ ന്യായയുക്തത, നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡിൻ്റെ ന്യായയുക്തതയും നമ്മൾ നടത്തുന്ന സമരത്തിൻ്റെ രീതികളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും കേരളം വളരെ ശ്രദ്ധയോടെ നോക്കുകയും എല്ലാ വിഭാഗം ജനങ്ങളും കക്ഷിഭേദമില്ലാതെ എല്ലാവരും ഈ സമരത്തെ പിന്തുണയ്ക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരു സവിശേഷമായ ഒരു സാഹചര്യമാണിത്. പക്ഷേ സർക്കാർ ഈ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സമരത്തിലൂടെ ആശാവർക്കർമാരുടെ വിഷയങ്ങൾ ഈ സർക്കാർ ഗൗരവത്തിൽ കാണേണ്ടുന്നതാണ്, മനസ്സിലാക്കേണ്ടുന്നതാണ്, പരിഹരിക്കേണ്ടുന്നതാണ് എന്നൊരു ബോധ്യം അവർക്കുണ്ടായി. അതുകൊണ്ടാണ് കമ്മിറ്റിയെ നിർദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ ഉന്നയിച്ച അടിയന്തരമായിട്ടുള്ള ഈ വിഷയങ്ങൾ, ഈ ബേസിക്കായിട്ടുള്ള ഓണറേറിയം വർധനവും വിരമിക്കലാനുകൂല്യം, അതിനൊരു കമ്മിറ്റിയുടെ ആവശ്യമില്ല. സർക്കാരിന് ഏത് നിമിഷം വേണമെങ്കിലും പ്രഖ്യാപിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഈ സ്ത്രീ തൊഴിലാളികളെ കേരളത്തിൽ ഇങ്ങനെ തെരുവുകളിൽ ഉറങ്ങാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സമരവുമായി പോകാൻ അനുവദിക്കാതെ ഒരു ഇടതുപക്ഷ സർക്കാർ കൈക്കൊള്ളേണ്ടുന്ന ഏറ്റവും ഉചിതമായ നിലപാടെടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പിടിവാശിയാണോ സർക്കാരിന്? തീർച്ചയായിട്ടും പിടിവാശിയാണ്. കാരണം ഇവിടുത്തെ എല്ലാ മന്ത്രിമാർക്കും ഈ സമരം നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡ് ന്യായമാണെന്ന് അവരെല്ലാവരും സമ്മതിച്ചിട്ടാണ്. നമ്മൾ ആ ഘടകകക്ഷികളുടെ അടക്കം CPM-ൻ്റെ അടക്കം നേതാക്കന്മാരെയൊക്കെ കണ്ട് അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ അവർ ഇത് സെറ്റിൽ ചെയ്യാതെ പോകുന്നത് ഒരു പിടിവാശിയുടെ പുറത്താണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവിടെ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഈ രാപ്പകൽ സമരയാത്ര അത് കൂടുതൽ ഈ വടക്കൻ കേരളത്തേക്ക്, ഇപ്പോൾ തിരുവനന്തപുരത്തെ സമരം എന്നുള്ളതിലുപരി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എത്തുക, ആശാവർക്കർമാരോടൊക്കെ കൃത്യമായി ജനങ്ങളോടൊക്കെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നമ്മുടെ ഈ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ആശാവർക്കർമാർ പൈസ ഇല്ലാത്തവരാണല്ലോ. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നെ ഈ യൂണിയനുകളും പാർട്ടിയൊക്കെ സൃഷ്ടിക്കുന്ന ഒത്തിരി വിലക്കുകളുണ്ട്. അതിനെല്ലാം അതിജീവിച്ച് വരാൻ കഴിയുന്ന ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടത് കാസർഗോഡ് നിന്ന് നമ്മൾ തുടങ്ങുമ്പം 100 കണക്കിനായിട്ട് ആശാവർക്കർമാരെല്ലായിടും വരികയാണ്. അവർ പറയുന്ന ഇതുപോലുള്ള പല ബുദ്ധിമുട്ടുകളും കാരണമാണ് ഞങ്ങൾ സമരപ്പന്തലിൽ വരാതിരുന്നത്. പക്ഷേ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുക. അത് അവരുടെ ആ സംസാരത്തിൽ നിന്നും അവരുടെ ചേർത്തുപിടിക്കലിൽ നിന്നും ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാവും. ശക്തിയുക്തം മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും. ഇത് ഇന്ന് ആശാവർക്കർമാരുടെ സമരം അല്ലല്ലോ, ഇത് കേരള സമൂഹം ഏറ്റെടുത്ത ഒരു ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടാണ്. എല്ലാവരും, ചില ആളുകളും ഒരു പാർട്ടിയിലെ ചില വ്യക്തികൾ ഒഴിച്ച് ബാക്കി ആ പാർട്ടിയിലെ സാധാരണക്കാരായ പ്രവർത്തകരൊക്കെ ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ഒളിഞ്ഞും തെളിഞ്ഞും അല്ലാതെയൊക്കെ വന്ന് അവരുടെ പിന്തുണ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. അവരും ഞങ്ങളോടൊപ്പമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊരു സവിശേഷമായൊരു സാഹചര്യമാണ്, സവിശേഷമായൊരു മുന്നേറ്റമാണ്. എല്ലാവരും ആശാവർക്കർമാരോടൊപ്പമാണ്. ഏതായാലും ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്നത്. 100-ാം ദിവസത്തിലും അവരുടെ ആ പോരാട്ട വീര്യം ഒട്ടും ചോരാതെ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാർ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.